നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യം സാധാരണക്കാരുടേതാണ്. മോദി അവരുടെ ചൗക്കിദാറാണ്. സന്ദർബറിൽ പതിനായിരങ്ങളെ ആവേശം കൊള്ളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മഹാറാലി. വികസനം പറഞ്ഞ് കോൺഗ്രസ് മോദിയോട് മത്സരിക്കാനാവില്ല. അതുകൊണ്ട് അവർ നുണയുടെ ഫാക്ടറി തുറന്നു. സംവരണ കാര്യത്തിൽ കള്ളന്മാരുടെ ഓരിയിടലാണ് അവർ നടത്തുന്നത്. ചോർ മചായേ ഷോർ എന്നതാണ് അവരുടെ നിലപാട്. ബാബാ സാഹേബ് അംബേദ്കറിന്റെ നിലപാടുകളെ തള്ളി മതസംവരണത്തിനായാണ് അവർ വാദിക്കുന്നത്. പാവങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയാണ് കോൺഗ്രസ്. മോദിയുടെ കുടുംബം ഇന്നാട്ടിലെ സാധാരണക്കാരാണ്. മോദി അവരുടെ കാവൽക്കാരനാണ്. ഒരു കവർച്ചക്കാരനെയും മോദി അനുവദിക്കില്ല, പ്രധാനമന്ത്രി പറഞ്ഞു. രാമന്റെ രാജ്യത്തെ രാമക്ഷേത്രം ദേശവിരുദ്ധമാണെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസുകാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ വക ഇഫ്താർ ഒരുക്കുന്നവരും ഭീകരർക്ക് ശവകുടീരം പണിയുന്നവരുമാണ് രാമക്ഷേത്ര നിർമ്മാണത്തെ ദേശവിരുദ്ധമെന്ന് ആക്ഷേപിച്ചതെന്ന് മോദി ചൂണ്ടിക്കാട്ടി. രാമന്റെ രാജ്യത്ത് അവർ രാമക്ഷേത്രത്തെ അധിക്ഷേപിച്ചു. ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരോട് വിശദീകരണം ചോദിച്ചു, അവരെ അപഹസിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു വശത്ത് കോൺഗ്രസ് മോദിയുടെ ഖബറൊടുക്കാമെന്ന് മുദ്രാവാക്യം മുഴക്കുന്നു, മറുവശത്ത് വ്യാജ ശിവസേനക്കാർ മുംബൈ സ്ഫോടന കേസ് പ്രതിയുമായി വേദി പങ്കിടുന്നു. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി വഞ്ചനയുടെ കൂട്ടുകെട്ടാണെന്ന് മോദി കുറ്റപ്പെടുത്തി. 1993 മുംബൈ സ്ഫോടന കേസിലെ പ്രതിയെ വോട്ടിനു വേണ്ടി കൂടെ കൂട്ടിയവരാണവർ. അവർക്ക് രാജ്യത്തോടല്ല പ്രതിബദ്ധതയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട 10 വർഷം ജയിലിൽ കഴിഞ്ഞ ഇക്ബാൽ മൂസ എന്ന ബാബ ചൗഹാനാണ് മുംബൈ നോർത്ത് വെസ്റ്റിലെ മഹാവികാസ് അഘാഡി സ്ഥാനാർത്ഥി അമോൽ കിർത്തറിന്റെ താരപ്രചാരകനെന്ന് നേരത്തെ BJP ചൂണ്ടിക്കാട്ടിയിരുന്നു. കോൺഗ്രസിന് മോദിയുടെ ഖബറൊരുക്കണം. വ്യാജ ശിവസേനക്കാരാണ് എന്നെ ജീവനോടെ കുഴിച്ചുമൂടണം. ഇപ്പോൾ അവർ ഭീകരാക്രമണ കേസിലെ പ്രതിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്നു, മോദി പറഞ്ഞു. ബാരാമതിയിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവരുടെ വലിയ നേതാവ് ശരത് പവാർ നിരാശയിലാണ്. അവരുടെ അഘാഡിയിൽ നിറയെ വ്യാജന്മാരാണ്. വ്യാജ NCP, വ്യാജ ശിവസേന. അങ്ങനെ ജൂൺ 4 ശേഷം 2 മൈനർ പാർട്ടികളും കോൺഗ്രസിൽ ലയിക്കാനാണ് പദ്ധതി. ഞങ്ങളെ പിന്തുണച്ച് ജയിക്കുന്നതാണ് കോൺഗ്രസിനെ പിന്തുണച്ച് തോൽക്കുന്നതിനേക്കാൾ നല്ലത്, മോദി പറഞ്ഞു. കോൺഗ്രസ് ഹിന്ദു വിശ്വാസങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ഗൂഢാലോചനയിലാണ്. ഷഹസാദയും അമേരിക്കയിലെ ഗുരുവും ഭാരതീയരെ വംശീയമായി അധിക്ഷേപിക്കുന്നു. കോൺഗ്രസുകാർക്ക് ഭഗവാൻ കൃഷ്ണന്റെ നിറം ആഫ്രിക്കനാണ്. അതുകൊണ്ട് അവർ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കുന്നത് എതിർത്തത്, മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.